ജോർജ് കലുവയിൽ, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ടോം വടക്കൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ടോം വടക്കൻ, കോൺഗ്രസിന്റെ രാഷ്ട്രീയം താങ്കൾക്ക് നേരിട്ട് ബോധ്യമുള്ള ആളാണ്. ഈ യഥാർത്ഥത്തിൽ കോൺഗ്രസ് തരൂരിന്റെ പേര് സജസ്റ്റ് ചെയ്യില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ ആദ്യം തന്നെ കേന്ദ്ര സർക്കാർ തരൂരിന്റെ ഒരു ടീം ലീഡറായി കണ്ടുകൊണ്ട് ഒരു ലിസ്റ്റ് പുറത്തിറക്കിയതിന്റെ കാരണം? ഞങ്ങൾ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു, കോൺഗ്രസ് എന്ത് ചെയ്യാൻ വിചാരിക്കുന്നു എന്നല്ല ഇഷ്യൂ. ഞങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് നോക്കിയാൽ ഈ രാഷ്ട്രത്തിനോടുള്ള നാഷണലിസം ആ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. രാഷ്ട്രീയം പറഞ്ഞു നിൽക്കുന്ന പാർട്ടികൾ ഈ സമയത്ത് ചെയ്യരുത്. ഇന്ന് യുവർ ഹാർട്ട് മസ്റ്റ് ബീറ്റ് ഫോർ ദ നേഷൻ. അങ്ങനത്തെ ഇൻഡിവിജ്വൽസിനെ പിക്ക് ചെയ്തിട്ടാണ് ഒരു പാർലമെന്ററി ഗ്രൂപ്പ് പോയിരിക്കുന്നത്. അതിൽ കോൺഗ്രസിന് അഭിപ്രായമൊന്നും ആരും ചോദിച്ചില്ല. അവർ അഭിപ്രായം പറയാണ്ടിരിക്കുകയാണ് ബുദ്ധി. കാരണം അവർ ഡൽഹിയിൽ ഒന്ന് പറയുന്നു, കർണാടകയിൽ വേറെ ഭാഷ, അതുപോലെ പല സ്റ്റേറ്റുകളിലും ലീഡേഴ്സ് പല ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതും ഈ അവസരത്തിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ അലയൻസും ചെയ്യുന്നത്. കോൺഗ്രസിന്റെ മനസ്സിൽ എന്ത് തന്നെയായാലും ഇന്ന് നമുക്ക് യോജിച്ച് നിൽക്കേണ്ട സമയമാണ്. ആ സമയത്താണ് കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുന്നത്. യെസ്, ഇതിൽ ശശി തരൂരും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള അകൽച്ച ഒന്നുകൂടി ശക്തിപ്പെട്ട് തരൂർ മറ്റൊരു രാഷ്ട്രീയ നിലപാടെടുക്കും എന്നതൊക്കെ അതിനൊക്കെ വഴിവെച്ചേക്കാൻ കഴിയുന്ന ഒരു തർക്കമായിട്ടല്ല ഇത് മാറുന്നത് ഇപ്പം? അത് എന്ത് തർക്കമായി മാറിയാലും രാജ്യത്തിനു വേണ്ടി എന്ത് തന്നെ ചെയ്യാൻ വരുന്ന ശശി തരൂരിനെ എല്ലാവരും, കോൺഗ്രസും BJPയും ലെഫ്റ്റും റൈറ്റും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അതുപോലെ പല ഇൻഡിവിജ്വൽസിനെയും പിക്ക് ചെയ്തിട്ടുണ്ട്. അത് എന്താണ് ശശി തരൂരിനെ പറ്റി പ്രത്യേകത? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആൾക്കാരുണ്ട്, അവരും രാജ്യത്തിന് വേണ്ടി സംസാരിച്ചിരിക്കുന്നു. അപ്പൊ എന്താണ് ശശി തരൂരിനോടുള്ള ഒരു പക? യെസ്, ഈ തരൂര് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഒരു സാധ്യതയാണല്ലോ. ആ സാധ്യത തിരിച്ചറിയാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നതാണോ പ്രശ്നം? കോൺഗ്രസിന് ആരുടെ കഴിവ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള കഴിവ് ഇല്ല എന്നുള്ള വാസ്തവം ആണ് ഞങ്ങളുടെ മുമ്പിൽ വരുന്നത്. ക്വാളിഫൈഡ് ഇന്റലക്ച്വൽസ്, പിന്നെ പൊളിറ്റിക്കലി മെച്യൂർഡ് ഇൻഡിവിജ്വൽസ്, ഇവരെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവില്ല. അവിടെ യെസ് സർ നോ സർ എന്ന് പറയാൻ കഴിവുള്ളവരെ മാത്രമേ വേണ്ടൂ. അതാണ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്. ആ കോൺഗ്രസിൽ പലരും ചേർന്ന് നിൽക്കില്ല എന്നുള്ള ഒരു വാസ്തവമാണ്. ഇത് ഞാൻ ശശി തരൂരിന്റെ കോണ്ടെക്സ്റ്റിൽ പറയല്ല, എന്റെ അനുഭവം തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു.